20 ദിവസത്തിലധികമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് കഴിഞ്ഞ ദിവസം പോലീസുകാരുടെ ഒരു ക്രൂര നടപടിയെ തുടർന്ന് സുരേഷ് ഗോപി വന്ന് കുടയും മഴക്കോട്ടും കൊടുത്ത ഒരു സംഭവം ഉണ്ടായി. എന്താ സുരേഷ് ഗോപി കുട മാത്രമേ കൊടുത്തുള്ളൂ, ഉമ്മ കൊടുക്കുന്ന പതിവുണ്ട്. അതൊന്ന് അന്വേഷിച്ചു നോക്കൂ, ഇവർക്കാർക്കെങ്കിലും ഉമ്മ കിട്ടിയോ എന്ന്. ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ അശ്ലീല പ്രയോഗവുമായി CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് കുട സമ്മാനിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്. സുരേഷ് ഗോപിയെ മാത്രമല്ല അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. ഒരു ഗതിയില്ലാതെ അവരുടെ ആവശ്യങ്ങൾ കിട്ടുന്നതിനു വേണ്ടി സെക്രട്ടേറിയറ്റ് പരിസരത്തിൽ ഇത്തരം എല്ലാ വെയിലും മഴയും അതുപോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് 20 ദിവസമായി ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ആശാ വർക്കർമാർ എന്ന് പറയുന്ന ആ സാധു സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് KN ഗോപിനാഥ്. സുരേഷ് ഗോപിക്ക് ഇത് എങ്ങും ഏശാൻ പോകുന്നില്ല. സുരേഷ് ഗോപി ഇനി എന്തു പറഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങും ഏശാൻ പോകുന്നില്ല. പക്ഷേ ഈ സാധു സ്ത്രീകൾക്ക് സുരേഷ് ഗോപി ഉമ്മ കൊടുത്തോ എന്നുള്ള ഈ ചോദ്യം, ഈ സ്ത്രീ വിരുദ്ധ പരാമർശം, അത് വളരെ മ്ലേച്ഛമായി പോയി, മോശമായി പോയി. സമരപ്പന്തലിലെത്തി കുട കൊടുത്ത സുരേഷ് ഗോപി ഇനി ഉമ്മ കൊടുത്തോ എന്ന കാര്യം അറിയില്ല എന്ന് KN ഗോപിനാഥ് പരിഹാസത്തോടെ പറഞ്ഞു. സമരനായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ, എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല. എത്രമാത്രം സംസ്കാര ശൂന്യരാണ് ഇവരൊക്കെ. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നും പരാമർശം. ആരോ ഒന്നോ രണ്ടോ പേർ പരാതിപ്പെട്ടതോടെ ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുട കൊടുത്തു എന്ന് കേട്ടു. കുട കൊടുക്കുന്നതിന് പകരം ഓണറേറിയത്തിന്റെ കാര്യം പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ, ആ ഓഫറുമായിട്ട് വേണ്ടേ സമരപ്പന്തലിൽ വരാൻ എന്നാണ് KN ഗോപിനാഥ് പറഞ്ഞത്. എന്നാൽ അതുപോലും കൊടുക്കാത്ത, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പോലും ചോദിക്കാത്ത, അല്ലെങ്കിൽ അവർക്കൊരു സംരക്ഷണം കൊടുക്കാത്ത, അവരെ മഴ നനയാതെ ആ ടാർപ്പാളിൻ അവർ കെട്ടിയപ്പോൾ അത് കെട്ടാൻ അനുവദിക്കാത്ത സർക്കാരിനെ കുറിച്ച് KN ഗോപിനാഥിന് എന്താണ് പറയാനുള്ളത്? അതിനേക്കാൾ ഉപരിയായി സുരേഷ് ഗോപി അവിടെ എത്തിയതും അവരെ സന്ദർശിച്ചതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്തു കൊടുത്തതും നാളെ അവർക്ക് വേണ്ടി കേന്ദ്രത്തിൽ സംസാരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതും ഒക്കെ മറന്നിട്ടാണ് ആ സ്ത്രീകളെയും ഒപ്പം സുരേഷ് ഗോപിയും അപമാനിക്കുന്ന തരത്തിൽ മ്ലേച്ഛമായ പരാമർശം നടത്തിയിരിക്കുന്നത്. CITUവിന്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു കമന്റ് പറഞ്ഞതിന് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് പലവിധ പരാമർശങ്ങളും പലവിധ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ നേരെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി, അത്തരം ഒരു സംഘടനയല്ലേ എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആശാ വർക്കർമാർക്ക് മഴ നനയാതിരിക്കാൻ സുരേഷ് ഗോപി കുട എത്തിച്ചു നൽകിയത്. മഴ നനയാതിരിക്കാൻ ആശാ വർക്കർമാർ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ നടപടി. ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചായിരുന്നു സമരരംഗത്തുള്ള ആശാ വർക്കർമാർ ഉറങ്ങിയിരുന്നത്. അവരെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൻ അഴിച്ചു മാറ്റിച്ചത്. നടപടിക്കെതിരെ ആശാ വർക്കർമാർ കയർത്തുവെങ്കിലും പോലീസ് അയഞ്ഞില്ല. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു. സമരസമിതിക്ക് പറയാനുള്ളത് കേൾക്കാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ആശാപ്രവർത്തകരെ പിരിച്ചുവിട്ടാൽ കേന്ദ്രവിഹിതത്തിൽ പുനർവിചിന്തനം വേണ്ടിവരും. ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. വിഷയം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. എന്നിട്ടാണ് അദ്ദേഹം ഒന്നും ചെയ്തില്ല, അദ്ദേഹം വെറും കുട കൊടുക്കാനാണ് വന്നത് എന്നത് മാത്രമല്ല മ്ലേച്ഛമായി അദ്ദേഹത്തെ പരിഹസിക്കുകയും കൂടി ചെയ്യുന്നു. എന്തായാലും ഇവരിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് മഴ നനയാതിരിക്കാൻ കുടയും മഴക്കോട്ടും വിതരണം ചെയ്ത സുരേഷ് ഗോപി MP ആശാ വർക്കർമാർക്ക് നേരെ ഗൂഢശ്രമങ്ങളൊന്നും ഉണ്ടാകാതെ കരുതൽ കണ്ണുകൾ വെക്കണമെന്നും ആവശ്യപ്പെട്ടു. BJP അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മഴ നനയാതിരിക്കാൻ ആശാ വർക്കർമാർ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചു. അതും പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസിന്റെ അത്തരത്തിലൊരു നടപടി എന്ന റിപ്പോർട്ട് വന്നപ്പോഴാണ് അദ്ദേഹം പന്തലിൽ എത്തുകയും ആശാ വർക്കർമാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണോ ഇത്തരം ഒരു സംഭവത്തിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ആശ എന്നത്. ആശാ വർക്കർ എന്ന സ്ഥാനപ്പേര് കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ പ്രതീക്ഷ നിർഭരമാണ് ആ പേര് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ശോകമാണ് എന്നതാണ് ആശാ വർക്കർമാരുടെ കാര്യത്തിലെ യാഥാർത്ഥ്യം. തുച്ഛമായ വേതനത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരുന്ന ഇവർക്ക് പലപ്പോഴും ശാരീരികമായ ആക്രമണങ്ങൾ അടക്കം പൊതുജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഗതികേടുമുണ്ട്. മുൻപും ആരോഗ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു ആശാ വർക്കർമാർ. എങ്കിലും കൊറോണ ഭീതി കടുത്തപ്പോഴാണ് അവർ ആരോഗ്യരംഗത്തെ പോരാട്ടങ്ങളുടെ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് എത്തിപ്പെട്ടത്. രാജ്യം ഒന്നടങ്കം COVID-19-നെതിരായ കടുത്ത പോരാട്ടത്തിലായപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് പോരാടിയവരാണ് ആരോഗ്യവകുപ്പ് ആശാ വർക്കർ എന്ന് പേരിട്ട് വിളിച്ച ഈ താൽക്കാലിക തൊഴിലാളികൾ. എന്തായാലും ഇപ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ സർക്കാരും അവരോട് നന്ദികേട് കാണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.